അതിരാവിലെ 5 മണിയായപ്പോ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ കാത്തിരിപ്പായിരിക്കുമല്ലോ. തിരുവോണം അത്തോടുന്ന സ്ഥലം ഒന്ന് അടിച്ചു വാരി തുടക്കുന്നില്ല. ചാണകമൊന്നും കിട്ടാത്തോണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള അത്തമാണ്. കഴിഞ്ഞ ഓണത്തിന് അത്തോടലോ സദ്യയോ ഒന്നും ഉണ്ടായിരുന്നു. എന്തിനേറെ പറയാൻ സന്തോഷിക്കാൻ തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഓണം അങ്ങനെയല്ലല്ലോ. ഇത് ഇത്തിരി സ്പെഷ്യൽ. ആരുട്ടിയുടെ ആദ്യത്തെ ഓണമാണ്. അത് മാത്രമല്ല, അവള് വന്നതിന് ശേഷം ഞങ്ങളുടെ പകുതി സങ്കടങ്ങളും അവളായിട്ട് തന്നെ കുറച്ച് സങ്കടവും സന്തോഷമൊന്നും ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ. നല്ലൊരു ദിവസമായിട്ട് ഇനി ഇതൊന്നും ആലോചിക്കണ്ട. അത്തൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് നേരെ അകത്തോട്ട് വന്നിട്ട് റൈസ് കുക്കറിൽ നിന്ന് ചോറെടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ട് വിശേഷ ദിവസങ്ങളിൽ എല്ലാ വീട്ടിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്നിവിടെ. ഇഡ്ലി സാമ്പാർ. ഇഡ്ലിയുടെ മാവ് ഞാനിവിടെ അരച്ചതൊന്നും അല്ല കേട്ടോ. സത്യത്തിൽ ഓണത്തിന് വരവേൽക്കാനായിട്ട് ഞാൻ 1 മാസം മുന്നേ വീട് ക്ലീനിങ് തുടങ്ങി. അന്നേ തുടങ്ങിയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇന്നലെ അധികം ജോലിയൊന്നും ഇല്ലാതിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കുന്നുണ്ട് വിളക്ക് അണഞ്ഞോ, കാറ്റൊക്കെ ഉള്ളതല്ലേ രാവിലെ. അത്തോടുന്ന സമയത്തൊക്കെ ഞാൻ പേടിച്ചാണ് അത്തോട്ടത്. ഇന്നലെ രാത്രി ഇവിടെ ഒരു അമ്മൂമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് 5 മണിക്ക് എണീക്കുമ്പോഴേ ഇരുട്ട് കാണുമ്പോഴൊക്കെ പേടി വരും. അരി തിളച്ചപ്പോഴത്തേക്ക് അതങ്ങ് ഊറ്റി മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും പുറത്ത് നല്ല വെട്ടം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കുട്ടി അത്തം എങ്ങനെയുണ്ട്? പച്ചക്കറി വന്നപ്പോഴത്തേക്കും നമ്മുടെ കടുകൊക്കെ വറുത്ത് മസാലയും വറുത്ത് സാമ്പാറും അങ്ങ് സെറ്റ് ആക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കടയിൽ നിന്ന് മാവ് മേടിച്ചപ്പോൾ ഞാൻ ഇത്രയും നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അടിപൊളി ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. കൈയോടെ ഉച്ചക്കത്തെ കറികളും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തോരൻ വെക്കാനുള്ള പയറും കൂടെ അടുപ്പത്താക്കുന്നുണ്ട്. സാമ്പാറിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് ഈ വൻപയറോ ചെറുപയറോ ഒക്കെ തോരൻ വെക്കുന്നത്. ഞാൻ ആദ്യം എണീറ്റ സമയത്ത്, അതായത് 5 മണിക്ക് ഇവിടെയൊക്കെ ഭയങ്കര ഇരുട്ടായിരുന്നു. 5 മണിക്കൊക്കെ ഇത്രയും ഇരുട്ട് കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പിന്നെ വലിയ ധൈര്യശാലി ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. ഭാഗ്യത്തിന് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ. നമ്മളെ പയറിവിടെ വെന്തിട്ടുണ്ട്. അരപ്പൊക്കെ ഇട്ട് അവനെ അങ്ങ് സെറ്റ് ആക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് 2-3 വട്ടം ആരോട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു. കാലെടുക്കുമ്പോ അവള് കിടന്നങ്ങ് ഉറങ്ങിക്കോളും. ഉച്ചയ്ക്ക് നല്ല സാമ്പാറും തോരനും ചോറും അച്ചാറും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. രാവിലത്തേക്ക് നല്ല ചൂട് ഇഡ്ലി സാമ്പാർ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.